കാരണം അമേരിക്കയിലുണ്ട് ഇഷ്ടംപോലെ ഹിന്ദുക്കൾ, ഇന്ത്യക്കാരായിട്ടുള്ളവർ. ഈ പറയുന്ന ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്ക് എതിരെ ആക്രമണം ഉണ്ടായ സമയത്ത് ട്രംപാണ് ഏറ്റവും മുമ്പിൽ നിന്നത്. ട്രംപ് വന്നിട്ട് ആദ്യം ആലോചിച്ച് നോക്കുക, ആദ്യം എയ്ഡ് മുഴുവനും കട്ട് ചെയ്ത ബംഗ്ലാദേശിൻ്റെ. എന്തിനകത്ത് അവിടെ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ ട്രംപ് ചോദിച്ച ചോദ്യമുണ്ട്, അവിടെ ഹിന്ദുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങൾ അമേരിക്കൻസ് മുമ്പിലുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദുക്കളും പ്രധാനമന്ത്രിയും BJPയും ഈ RSS മുന്നിൽ വരുന്നില്ല? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന് ഇപ്പോൾ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് വ്യാപകമായിട്ടുള്ള ആക്രമണത്തിനായിരുന്നു ഹിന്ദു സമൂഹം വിധേയമായത്. അത് നിസ്സാരമല്ല. കേവലം ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വംശഹത്യ എന്നുള്ള നിലയിലേക്കൊക്കെ പറയാൻ സാധിക്കില്ല. അതൊരിക്കലും അങ്ങനെ കാണാനും പറ്റില്ല. യഥാർത്ഥത്തിൽ ഇവിടെ മതപരിവർത്തനം നടത്തുന്ന ആളുകൾ ആരാണ് എന്ന് നോക്കി ഒറ്റയടിക്ക് നമുക്ക് പറയാൻ സാധിക്കും, അത് പെന്തക്കോസ്റ്റ് വിഭാഗത്തിലെ ആളുകളാണ്. ഇവരാണ് നിരന്തരമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പല പല പരിശ്രമങ്ങൾ നടത്തുന്നത്. കത്തോലിക്ക വിഭാഗത്തിലെ ആളുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ചെറിയ രീതിയിൽ തന്നെ ആയിരിക്കും, റെയറായിരിക്കും. എന്താണെങ്കിലും ഇത് നിയമപരമായിട്ട് തന്നെ നമ്മൾക്ക് ഇതിനെ തിരുത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കുന്ന അവസ്ഥ തന്നെയാണ്. മാക്സിമം ഇവിടെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന ഒരു ആക്രമണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ 1-2 അടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് വ്യാപകമായിട്ട് മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്, പരസ്യമാക്കുന്നുണ്ട്, അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളിടയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഒരു ആക്രമണമല്ല യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം നേരിടുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതിൽ തർക്കമില്ല. അത് വംശഹത്യ തന്നെയാണ്, ഒരു തർക്കവുമില്ല. യഥാർത്ഥത്തിൽ ഓരോ ഹിന്ദുക്കളെയും പിടിച്ച് തല്ലിക്കൊന്ന് സ്ട്രീറ്റ് ലൈറ്റിൽ പരസ്യമായിട്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന വീഡിയോകളെല്ലാം നമ്മൾ ലോകം മുഴുവൻ കണ്ടതാണ്. അതിൽ ഒരുപാട് നമ്മളെല്ലാവരും വേദനിച്ചതാണ്. ഇന്ത്യയിൽ ഹിന്ദു സംഘടനകളുടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം പരസ്യമായിട്ട് ബംഗ്ലാദേശിലെ സർക്കാരിനോട് പറഞ്ഞത്, ഹിന്ദു സമൂഹത്തെ ആക്രമിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വലിയ തരത്തിലുള്ള വില നിങ്ങൾ കൊടുക്കേണ്ടി വരും, അതിലൊരു തർക്കവുമില്ല. അതിൽ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലേക്കാണ് ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലെ പല സംഭവങ്ങളും കയറ്റുമതി എന്നുള്ള രീതിയിലൊക്കെ നടക്കുന്നത്. ഇതിൽ ഷൂ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി അമേരിക്കയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപ വരുമാനം ബംഗ്ലാദേശിന് ലഭിക്കുന്ന സംഭവം തന്നെ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലേക്കുള്ള നിലപാടിലേക്ക് വരെ അമേരിക്ക എത്തി. അത് എന്തിൻ്റെ പേരിലാണ്? ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം വലിയ രീതിയിൽ ഏകപക്ഷീയമായിട്ട് ആക്രമിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് ഹിന്ദു സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ആദരവും ഇതെല്ലാം പരസ്യമായിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രസിഡന്റായ വന്ന സമയത്ത് തന്നെ അദ്ദേഹം പരസ്യപ്പെടുത്തിയിരുന്നു. അതിലൊരു തർക്കമില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്, ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഞങ്ങൾ അമേരിക്കക്കാർ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ സഹോദരന്മാരായിട്ടുള്ള ക്രൈസ്തവർ എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്നാണ്. ഇപ്പോൾ ഈ ഒരു ചോദ്യം വന്ന സമയത്ത് ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് നരേന്ദ്രമോദി സർക്കാരിന് മാറേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ 700ഓളം ആളുകളെയാണ് ജയിലിൽ കിടക്കുന്ന ആളുകളെ മോചിപ്പിച്ച് അവരുടെ പേരിൽ കേസ് വരെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് വിഷയങ്ങൾ പോകുന്നു. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അതുപോലെ ഹരിയാന അടക്കമുള്ള BJP, ഛത്തീസ്ഗഡ് അടക്കമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു നിലപാട് അവിടുത്തെ ആഭ്യന്തര വകുപ്പിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അനാവശ്യമായിട്ട് ഇതുപോലെ ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ കൃത്യമായിട്ട് എടുക്കണം. ഏത് വ്യക്തിയാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള നിലപാടിലേക്ക് നമ്മുടെ രാജ്യത്തെ സർക്കാരിന് മാറേണ്ടി വന്നു. കാരണം ഇവിടെ ഒരു അടിയോ അല്ലെങ്കിൽ ഒരു പിച്ചോ കൊടുക്കുന്ന പോലെയുള്ള സംഘർഷങ്ങളും സംഭവങ്ങളാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്നത്. പക്ഷേ അതിലും വലുതാണ് ഈ പറയുന്ന ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഹിന്ദു സമൂഹത്തെ വംശഹത്യ ചെയ്യുന്ന തരത്തിലേക്കുള്ള നിലയാണ്. അപ്പോൾ ഏതാണ് വലുതെന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം നോക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ സർക്കാരിന് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് സംഭവിച്ച കാര്യം തന്നെയായിരുന്നു. ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് ആരംഭിച്ച സംഘർഷത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കാൻ മാത്രമാണ് സാധിച്ചത്. പക്ഷേ
യഥാർത്ഥത്തിൽ ഇതിനെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റിയത് ബംഗ്ലാദേശിന്റെ സർക്കാരിനെ ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അത് അവസാനിപ്പിക്കാൻ സാധിച്ചത് ട്രംപ് വന്നതിന് ശേഷമാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലവിൽ അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദു ഭവനങ്ങൾ, അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹം സംഘടിതമായിട്ട് താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ വ്യാപാര സംവിധാനങ്ങൾ, ഇതെല്ലാം സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഇത് പുനഃസ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ, ക്ഷേത്രങ്ങൾ വരെ പുനരുദ്ധീകരിക്കണം, ആക്രമിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ വരെ പണിത് കൊടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള വരെ വാണിംഗ് ട്രംപിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതേ സംഭവം തന്നെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ, അതുപോലെയുള്ള സംവിധാനങ്ങൾ നിലവിൽ വലിയ രീതിയിൽ തന്നെ സർക്കാർ കൃത്യമായിട്ട് ഇനി സംരക്ഷിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളും. അപ്പോൾ മതപരിവർത്തനം എന്ന് പറയുന്ന സംഭവം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അതിനെതിരെ എന്ത് ചെയ്യും? അതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് BJP സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള തർക്കമൊന്നുമില്ല. അത് നല്ല രീതിയിൽ തന്നെ പോകും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണം കൊണ്ടുവന്നിരിക്കുന്നത്. വിഷയം ഒറ്റ സംഭവം മാത്രം, നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിയമനിർമ്മാണം. അപ്പോൾ ഇത് വലിയ രീതിയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇത് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ അത് കൃത്യമായിട്ട് പോകുന്നത്. അവസാനമായിട്ട് മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ഗുജറാത്തിലും ഇത് നടപ്പിലാക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി തന്നെ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള സംവിധാനം ഇല്ലാതാവുകയും നമ്മുടെ രാജ്യത്ത് അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങൾ ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഇതോടൊപ്പം തന്നെ ഈ ജിഹാദി ഭീകരവാദികൾ, സുഡാപ്പികൾ നമ്മുടെ രാജ്യത്ത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം തകർക്കുന്നതിനായിട്ട് കേരളത്തിൽ ഹിന്ദു സമൂഹത്തോടും അതോടൊപ്പം തന്നെ BJPയോടും വലിയ രീതിയിൽ അടുത്തുകൊണ്ടേയിരിക്കുന്ന ക്രൈസ്തവ സമൂഹം, ഹിന്ദു സമൂഹവുമായിട്ട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഒന്നുമില്ലെങ്കിൽ പോലും BJPയോടൊരു ഐക്യം ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടൊപ്പം വലിയ രീതിയിൽ സഹായം BJPക്ക് ക്രൈസ്തവർ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 10 മുതൽ 20% വരെ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിത്രം മാറുമെന്നുള്ള ഒരു തർക്കമില്ല. 30 മുതൽ 60 വരെ സീറ്റുകൾ BJPക്ക് നിസ്സാരമായിട്ട് വിജയിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് അകന്ന് നിൽക്കാനായിട്ട് ക്രൈസ്തവ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ AI വെച്ചുകൊണ്ടുള്ള ചില ടെക്നിക്കലായിട്ടുള്ള വീഡിയോകൾ സൃഷ്ടിച്ചുകൊണ്ട് കുംഭമേളയ്ക്ക് ശേഷം രാജ്യത്തെ ക്രൈസ്തവരെ മുഴുവൻ ഞങ്ങൾ കൊല്ലും എന്നുള്ള രീതിയിലേക്കുള്ള ഭീഷണിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വീഡിയോകൾ ഉണ്ടാക്കി രാജ്യത്ത് ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി സുഡാപ്പി ഭീകരന്മാരൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെതിരെ കൂടി ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള തർക്കമില്ല. കൃത്യമായിട്ട് ഇനി ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം സംരക്ഷിക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇതിനോടകം തന്നെ വരുന്നത്. അവിടെ പുനഃസ്ഥാപിക്കാൻ, ആക്രമിക്കപ്പെട്ട ഹിന്ദു ഭവനങ്ങളും ക്ഷേത്രങ്ങളെല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇതേ സിറ്റുവേഷൻ തന്നെ ഇന്ത്യയിലും ഉണ്ടാകും. അപ്പോൾ സമാധാനം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക്, വർഗീയ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് നിലവിലെ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ ലോകം മുഴുവൻ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.